In a world captivated by extraordinary feats, sometimes the most remarkable tales emerge from the unassuming lives of ordinary individuals. Dr. B. Subhash Chandra Bose is one such individual who has defeated innumerable challenges he has encountered throughout his journey. എന്നെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു 2-3 ഘട്ടമായി ജീവിതത്തെ കാണേണ്ടതുണ്ട്. ഒരു 11-12 വയസ്സ് വരെ ധാരാളം പനി സംബന്ധമായ അസുഖങ്ങൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായ അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം, പല ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പോൾ അങ്ങനെ പഠനത്തിൽ പലപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യകളോ അതുപോലെ തന്നെ സാമ്പത്തികവും ഒന്നും കേരളത്തിൽ വികസിച്ചൊരു കാലഘട്ടത്തിലല്ല ജീവിച്ചത്. 60-കൾ 66 അല്ലെങ്കിൽ 70-കൾ എന്ന് പറയുന്നു. വിദേശ രാജ്യങ്ങളിൽ പോലും ആരും പോകാത്ത, എല്ലാവരും നാട്ടിലെ കൃഷിയും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ചെറിയ വ്യവസായവും ബിസിനസ്സുമായിട്ടൊക്കെ ആളുകൾ കഴിയുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ കുടുംബത്തിലെ അംഗത്തിനെ സംബന്ധിച്ച് അങ്ങനെ മറ്റ് പല പ്രാരാബ്ദവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതെല്ലാം എന്നെയും ബാധിച്ചിരുന്നു. അങ്ങനെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് SSLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ യാദൃശ്യമായി പരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ പുറത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാലിൽ എന്തോ കടിച്ചു. അപ്പോൾ അത് പാമ്പാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും അന്ന് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ സിസ്റ്റവും അത്ര അഡ്വാൻസ്ഡ് അല്ലാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു വൈദ്യനെയാണ് കാണിച്ചത്. പരീക്ഷാ കാലഘട്ടം അത്ര സുഖകരമായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ചില പ്രതിസന്ധികൾ വന്നു. മാർക്ക് കുറവായിരുന്നു. ഇപ്പോൾ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുക വലിയ ബുദ്ധിമുട്ടായിരുന്നു. 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ പേരൊരു നീണ്ട പേരാണ്, വളരെ മഹാൻ്റെ ഒരു പേരാണ്. അപ്പോൾ അത്രയും തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയും ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു വ്യക്തിയുടെ പേരൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്രിയേറ്റീവായി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ക്രിയേറ്റീവായി ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്തിന് എന്നൊരു തോന്നൽ വരികയും ഒരു ജീവിതം അവസാനിപ്പിക്കണോ എന്നുള്ള ചിന്തയിലേക്ക് പോവുകയും അതിന് ചില അറ്റംപ്റ്റൊക്കെ നടത്തുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും എനിക്ക് കൂടുതൽ അസുഖം വരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അതും ഏകദേശം നല്ല രീതിയിൽ മരണത്തിൻ്റെ ഒരു മുഖാമുഖം കണ്ട ഒരു രീതിയിലേക്ക് അത് പോയി. ആ അസുഖവും പിന്നെ കുറയുന്നു. അങ്ങനെ പലവട്ടവും ഇങ്ങനെ മരണം മുഖാമുഖം കാണുവാനുള്ള ഒരു അവസരം ഉണ്ടായി. He took the decision of leaving Trivandrum, feeling depressed due to a misunderstanding in his family. He ventured into cities like Bombay and Pune for work. But then he returned to his hometown in Trivandrum, feeling homesick. There, he gained back his desire to study and was determined to continue his education from where he stopped. Many of his relatives mocked him, saying that it was pointless to do so, but his mother's support was what drove him to pursue his goal regardless of what others said. He wrote his exams and passed with distinction. ഇങ്ങനെയെല്ലാം പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വലിയ കാലഘട്ടമായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടം. അതിന് കുറച്ചൊരു മാറ്റമുണ്ടാകുന്നത് ഡിഗ്രിക്ക് ചേർന്നതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രീ ഡിഗ്രിക്ക് നന്നായി പഠിക്കാൻ പറ്റി. സെക്കൻഡ് സ്പെല്ലിലാണ് പഠിച്ചതെങ്കിലും നന്നായി പഠിക്കാൻ പറ്റി. അവിടെ നിന്ന് നല്ല മാർക്കിൽ പാസ്സാകാൻ പറ്റി. മെറിറ്റിൽ തന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ജിയോഗ്രഫി, ഭൂമിശാസ്ത്രം പഠിക്കാൻ എനിക്ക് അവസരമുണ്ടായി. ശരിക്കും ഭൂമിശാസ്ത്രം ഞാൻ ഏറ്റെടുത്ത ഒരു വിഷയമായിരുന്നില്ല. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയും LLB വക്കീലാവുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരാഗ്രഹം. കുഞ്ഞുനാളിലുണ്ടായിരുന്ന മറ്റൊരാഗ്രഹം ഒരു ഡോക്ടറാവുക എന്നുള്ളതായിരുന്നു. MBBS ഡോക്ടറായി. അതിന് കാരണം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വീട്ടുകാരെല്ലാം ചികിത്സിക്കുന്ന ഒരു രാമദാസ് ഡോക്ടർ, ആ പേര് പറയുന്നത് സന്തോഷമാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിലും നല്ല പ്രായമായി കാണും. അദ്ദേഹത്തിൻ്റെ ചില സന്മനസ്സുള്ള രോഗികളുള്ള മനസ്സൊക്കെ കാണുമ്പോൾ ഒരു ഡോക്ടറായാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അത് നടന്നില്ല. പിന്നെ വളർന്നു വന്നപ്പോൾ സിവിൽ സർവീസ് എഴുതണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും നടക്കാതെ പോയി. എങ്കിൽ പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് വക്കീലാവുക എന്നൊരു ധാരണ. യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ നബി സോമൽ ടീച്ചറാണ് പറഞ്ഞത്, കുറച്ചുകൂടി ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ജിയോഗ്രഫി. മാത്രമല്ല അത് ഭൂമിയെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ നന്നായി പഠിക്കാം. അങ്ങനെയാണ് പിന്നെ ജിയോഗ്രഫിയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അതെനിക്ക് ഡിഗ്രി നല്ല മാർക്കിൽ പാസ്സാകാൻ കഴിഞ്ഞു. അതിന് PGക്ക് MSc ചെയ്യാൻ കഴിഞ്ഞു. അതിനവിടെ യൂണിവേഴ്സിറ്റി റാങ്ക് വാങ്ങാൻ കഴിഞ്ഞു.
പെട്ടെന്ന് തന്നെ എനിക്ക് തിരുവനന്തപുരം എയർ സയൻസ് സ്റ്റഡീസിൽ ജോലി കിട്ടുന്നുണ്ട്. പിന്നെ തുടർച്ചയായി പഠിക്കണം എന്നുള്ളൊരു ധാരണ കൂടുതൽ വരികയും അതിനനുസരിച്ച് മറ്റ് വിഷയങ്ങൾ ധാരാളം പഠിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴൊക്കെ എനിക്ക് മറ്റൊരു കാര്യം കൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ രണ്ടാമത് പഠിക്കാൻ തീരുമാനിച്ച സമയത്ത് തന്നെ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്നൊരു ചോദ്യം എപ്പോഴും എന്നെ അലട്ടുന്നൊരു ചോദ്യമാണ്. എന്തിനാണ് എൻ്റെ ഭൂമിയിലെ റോൾ? എല്ലാവരും വരുന്നു, ഞാനും വരുന്നു, എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു, അത് പോരാ, എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊരു ചോദ്യം എപ്പോഴും ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നൊരു ധാരണ വന്നപ്പോൾ എന്താണ് ചെയ്യാനുണ്ടാവുക? എന്നെപ്പോലുള്ള ഒരാളിന് എന്താണ് ചെയ്യാനുണ്ടാവുക? രാഷ്ട്രീയ രംഗത്ത് പോകാൻ ശ്രമിച്ചു, അത് നടന്നില്ല. മറ്റു സ്ഥലങ്ങളിലേക്ക് ആലോചിച്ചു, അതൊന്നും നടന്നില്ല. അപ്പോൾ പിന്നെ അക്കാഡമിക് ലോകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് സമൂഹത്തെ സഹായിക്കുക എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിലുള്ള റേഡിയോ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെയും പലരുടെയും പ്രഭാഷണമൊക്കെ റേഡിയോയിൽ കേൾക്കും. എനിക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ പ്രഭാഷകൻ ആയിക്കൂടാ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തി. എനിക്കന്ന് ഈ പറഞ്ഞതുപോലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളായതുകൊണ്ടും മറ്റ് രാഷ്ട്രീയമോ മതപരമായ ബന്ധങ്ങളൊക്കെ കുറവായതുകൊണ്ടും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നു. എന്നാലും മറ്റ് വലിയ തരത്തിൽ അറിയപ്പെടാത്ത ആളായതുകൊണ്ട് അങ്ങനെ റേഡിയോയിലോ ടി വിയിലോ ഒന്നും വരിക എളുപ്പമായിരുന്നില്ല. പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് ഒരു പ്രോഗ്രാം റേഡിയോയിൽ കിട്ടുന്നു. അത് മറ്റൊരാളിന് അവസരമില്ലാത്ത അദ്ദേഹം ഏറ്റവും ഒരു ഫാക്കൽറ്റിക്ക് പനിയായി പോയതുകൊണ്ട് കിട്ടിയ ഒരു സെക്കൻഡ് ചാൻസ് ആയിരുന്നു. പക്ഷേ അതെനിക്ക് ഗുണകരമായി വന്നു. പിന്നീട് നിരന്തരം റേഡിയോ പ്രഭാഷണങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരം ആകാശവാണിയെ എടുത്താൽ ഏറ്റവും കൂടുതൽ ഈ പരിസ്ഥിതിയെയും ജലത്തെയും കുറിച്ചുള്ള വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ളതും ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതും ഞാനാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത് ചെയ്യണം, എന്തിങ്ങനെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിലും. അപ്പോൾ എനിക്കതങ്ങനെ എൻ്റെ ചിന്തയിൽ തന്നെ വരുന്ന തീവ്രമായി ആഗ്രഹിച്ചാൽ നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ ചെയ്താൽ, ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം നമുക്കാവുകയില്ല, പ്രവർത്തിക്കുകയും ആഗ്രഹിക്കുകയും പിന്നെ പ്രവർത്തിക്കുകയും കൂടെ ചെയ്താൽ തീർച്ചയായും നമുക്കത് നേടാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ റേഡിയോയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തൊരു ആഗ്രഹം ഇങ്ങനെ വന്നത് എങ്ങനെയാണ് ചാനലുകളിൽ ഒന്ന് വരുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കുകയും അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പല രൂപത്തിൽ ഇങ്ങനെ ചാനൽ വാർത്തകൾ കേൾക്കുക, അല്ലെങ്കിൽ ഡിസ്കഷനുകൾ കേൾക്കുക, അങ്ങനെ ഒരു അക്കാഡമിക് തയ്യാറെടുപ്പ് നടത്തിയിരുന്നപ്പോഴാണ് യാദൃശ്യമായി എനിക്ക് ചാനലുകളിലും അവസരം കിട്ടുന്നു. ഇന്ന് മിക്കവാറും എല്ലാ ചാനലുകളിലും ഞാൻ പല അവസരങ്ങളിൽ പല ആവർത്തികളിൽ വന്നു കഴിഞ്ഞു, ഇപ്പോഴും വരുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എഴുതണം എന്നൊരു ചിന്ത വരികയും ആദ്യത്തെ ലേഖനം ഞാൻ എഴുതി പ്രസിദ്ധീകരിക്കുന്നത് 23 വയസ്സിലാണ്. അപ്പോൾ അവിടെ മുതൽ എഴുതി തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോഴും ചെറുതായിട്ട് എഴുതുമായിരുന്നു. പക്ഷേ എങ്കിൽ 23 വയസ്സിൽ ഔദ്യോഗികമായിട്ട് എൻ്റെ ലേഖനം പുറത്തു വന്നു. ഇന്നിപ്പോൾ 2000-ഓളം ലേഖനം എഴുതാൻ അവസരം കിട്ടി. കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലും പത്രങ്ങളിലും പല ലേഖനം എഴുതുന്നു. He went on and graduated with a master's degree in geography, earning the top rank at his university, and several other professional degrees including B.Ed, MBA, MSW, LLB, PGJMC, and a PhD in water management. Throughout his remarkable journey, he published over 2,000 articles and 16 books. He became a regular contributor to several well-known Indian newspapers and guest speaker at various media channels. In his esteemed career, he served as a director of Water Resources Department for 15 years. He has also won numerous accolades such as Deshiya Amrit Puruskar, Hindustan Scouts and Guides State Honor Award, and many more. ഒരു 2 ഘട്ടമായി കാണാം എൻ്റെ ജീവിതത്തെ. ഒന്ന്, വളരെ ആരോഗ്യപരമായ പ്രതികൂലമായ ഒരു വിദ്യാഭ്യാസ ബാല്യകാലവും, എന്നാൽ അവിടെ നിന്ന് ഒരു 17 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ ചേഞ്ച്. അപ്പോൾ അതിനൊരു കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞാനീ പറഞ്ഞതാണ്, തീവ്രമായൊരു ആഗ്രഹം മനസ്സിലുണ്ട്. എന്തെങ്കിലും ക്രിയേറ്റീവായി നമ്മൾ ഈ സമൂഹത്തിൽ ചെയ്യണം, ജനിച്ചൊരു സമൂഹത്തിന് വേണ്ടി ചെയ്യണം. അതിനകത്ത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ സഹജീവികളോടുള്ള സ്നേഹമാണ് മാനവരാശിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കിവിടെ ഭൂമിയിൽ വന്നിട്ടുള്ള എല്ലാവരും പറയുന്നത് സഹജീവികളോട് സ്നേഹമുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ സഹജീവികളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുണം വരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അക്കാഡമിക് ലോകത്ത് ജലത്തിൻ്റെ മേഖലയിൽ മഴയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ഭൂജലം സംരക്ഷിക്കുന്ന കാര്യത്തിൽ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവസരമുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് സാധാരണയായി ഇവിടെ പൊളിറ്റിക്കലായിട്ടാണ് ഡയറക്ടർമാരെയൊക്കെ പലപ്പോഴും ഓരോ ഗവൺമെൻറ്റുകളിൽ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് ഇൻ്റർവ്യൂയിലൂടെ ഡയറക്ടർഷിപ്പ് കിട്ടുന്നു. ദീർഘകാലം അങ്ങനെ ഡയറക്ടറായിരിക്കാൻ അവസരമുണ്ടായി. പിന്നെ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ അവസരമുണ്ടായി. സ്റ്റേറ്റ് മാനേജറായി പല പ്രോജക്റ്റുകളും കേരളത്തിലെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ പ്രോജക്റ്റുകളുടെ
അഡ്വൈസറായിട്ടും മെൻറ്ററായിട്ടും ഒക്കെ പ്രവർത്തിക്കാനുള്ള വലിയൊരു അവസരം ഉണ്ട്. അതിപ്പോഴും തുടരുന്നു. അപ്പോൾ ഞാനിത് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരേ ഒരു ജീവിതമാണുള്ളത്. അത് ശരാശരി 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ, കാരണം പ്രത്യേകിച്ച് പെട്ടെന്ന് മരണമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഒരു 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് സങ്കല്പിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും. മഹാഭൂരിപക്ഷം ആളുകളും അവരവരുടെ നിത്യജീവിതത്തിലെയും കുടുംബജീവിതത്തിലെയും തൊഴിൽ ജീവിതത്തിലെയും കാര്യങ്ങൾ ചെയ്തു പോകുന്നവരാണ്, അത് തെറ്റുമല്ല. പക്ഷേ എങ്കിൽ പോലും കുറച്ച് പേരെങ്കിലും സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി അത് അക്കാഡമിക് രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രൊഫഷണൽ രംഗത്തും ഉദ്യോഗസ്ഥ രംഗത്തുമൊക്കെ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ ഒരു മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നിടത്താണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ജോലി എനിക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്തയാണ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ക്രിയാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും മരിച്ചു പോകുന്നതല്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അംഗീകാരം അവാർഡൊക്കെ കിട്ടും. അപ്പോൾ അവാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കാലഘട്ടത്തിനിടയിൽ 10-12ഓളം ചെറുതും വലുതുമായ അവാർഡുകളും കിട്ടാനൊരു അവസരമുണ്ടായി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സമൂഹം അംഗീകരിക്കുന്നു. പല രൂപത്തിൽ നമ്മളുടെ ശബ്ദവും ഒരു സാങ്കേതിക രംഗത്ത് നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ, ജലമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ, മറ്റ് സാമൂഹ്യ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ആളെന്നുള്ള നിലയിൽ സമൂഹവും നമ്മുടെ ശബ്ദം ശ്രദ്ധിക്കുന്നു. അത് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും പല രൂപത്തിൽ നമുക്ക് സമൂഹത്തിൽ കൊടുക്കുവാനും പറ്റുന്നു. അവസരങ്ങൾ അങ്ങനെ എപ്പോഴും നമ്മെ തേടി വരുന്നതല്ല. വരുന്ന അവസരത്തെ വളരെ ക്രിയാത്മകമായി നാം പ്രയോജനപ്പെടുത്തണം. നന്നായി തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് വളരെ പ്രധാനം. അപ്പം ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഒരു പ്ലാൻ നമ്മളുടെ മനസ്സിൽ കാണുക, അതിൻ്റെ ടാർഗറ്റ് അനുസരിച്ച് നീങ്ങുക. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ പ്രകൃതിയും കൂടി അതിനൊരുങ്ങും എന്നാണ് ലോകത്ത് വന്നിട്ടുള്ള എല്ലാ മഹാന്മാരും എല്ലാവരും പറയുന്നത്. Dr. Bose serves as an ideal example of a person who transformed his life into an extraordinary one without extinguishing the flame of determination and passion, no matter how strong of an obstacle stood in front of him.